നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബ്രക്കോളി മഷ്റൂം റൈസിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 1/2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തേ. എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് സവാള ചേർക്കാം കേട്ടോ. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തേ. ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം ഞാനിവിടെ ഒരു 1/4 കപ്പ് മഷ്റൂം എടുത്തിട്ടുണ്ട്. നല്ലോണം സോട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ വെള്ളം ഇറങ്ങി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ക്യാരറ്റും ബീൻസും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ബീൻസും ഒരു 2 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. ഇത് ആഡ് ചെയ്തിട്ട് ഈ മഷ്റൂമിൻ്റെ ഈ വെള്ളത്തിൽ ഈ ക്യാരറ്റും ബീൻസും കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ വെള്ളം വറ്റി കഴിയുമ്പോഴേക്കും ക്യാരറ്റും ബീൻസും വെന്തിട്ടുണ്ടാവും. ഒരുപാട് ഇങ്ങനെ വെന്ത് ഇതാവേണ്ട, ഒരു ക്രഞ്ചി ഫീല് കിട്ടണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബ്രക്കോളി ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രക്കോളി ഞാനിവിടെ ഒരു 4 ഇതിൽ ബ്രക്കോളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ബോയിൽ ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എരിവിൻ്റെ ഇതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക. ബ്രക്കോളി ആഡ് ചെയ്തിട്ട് ഒരുപാട് നേരം പിന്നെ വേവിക്കേണ്ട കേട്ടോ, കാരണം ഓവർ കുക്ക് ആവരുത് ബ്രക്കോളി. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബോയിൽ ചെയ്ത റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. റൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മിക്സപ്പ് ചെയ്താൽ മതി. പിന്നെ ഓവറായിട്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ട. ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇതിലേക്ക് ഗരം മസാല ഒറിഗാനോ ഒക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാനിവിടെ കുഞ്ഞിനാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഗരം മസാല ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രക്കോളി മഷ്റൂം റൈസ് റെഡി ആയിട്ടുണ്ട്. ബ്രക്കോളിയും ഇതൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ലോണം കഴിച്ചോളും. മഷ്റൂം ഇടുന്നതുകൊണ്ട് തന്നെ ഒരു ചിക്കൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലഞ്ചിലേക്ക് ഇത് പകർത്തി കൊടുക്കാം കേട്ടോ. ശരിക്കും റൈസിന് വേറെ സൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ റൈസ് മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ നല്ല റൈസാണ്, കാരണം ബ്രക്കോളി മഷ്റൂമൊക്കെ കുട്ടികൾക്ക് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ക്യാരറ്റും ഇതൊക്കെ നമുക്ക് അളവുകൾ നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. പിന്നെ ഇതിൽ എഗ്ഗൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.